നമ്മൾ പറമ്പിലും കാട്ടിലുമൊക്കെ കാണുന്ന പാവം കീരികൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും വരെ തകിടം മറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തിനേറെ പറയണം, ഈ കീരികൾ മനുഷ്യരെ വരെ കൊന്നുകളയുന്ന അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അത്തരത്തിൽ ഒരാൾ ചെയ്ത മിസ്റ്റേക്ക് കാരണം ശാസ്ത്രലോകം പോലും ഉത്തരം മുട്ടിയ ഒരു വിചിത്ര സംഭവമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 1800കളിൽ ജമൈക്കയിൽ പടർന്നു പന്തലിച്ച ഒരു ഇൻഡസ്ട്രിയായിരുന്നു കരിമ്പ് വ്യവസായം. പക്ഷേ വൻ ലാഭമുണ്ടാക്കിയ ഈ കരിമ്പ് വ്യവസായത്തിന് നേരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ശത്രു കടന്നു വരികയായിരുന്നു. അതായിരുന്നു ഇൻവേസീവായ എലികൾ. ഈ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ റാറ്റുകൾ യൂറോപ്യൻ കപ്പലുകളിൽ കടന്നു കയറി ഇവിടേക്ക് വന്നിറങ്ങുകയും പെട്ടെന്ന് തന്നെ ആ ഐലൻഡിലുടനീളം പടർന്നു പിടിക്കുകയുമായിരുന്നു. അവയെ വേട്ടയാടാൻ അവിടെ മറ്റ് നാച്ചുറൽ പ്രഡേറ്റേഴ്സ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ ജമൈക്കയിലെ വലിയ പാടങ്ങളിൽ ഈ എലികൾ സുഖമായി വളരുകയും അവിടുത്തെ കരിമ്പ് തണ്ടുകളൊക്കെ തിന്നുകൂട്ടുകയും ചെയ്തു. എന്നാൽ തോട്ടമുടമകൾക്ക് ഈ എലികൾ വലിയൊരു ഭീഷണിയായി മാറി. അങ്ങനെ 1870കളായപ്പോഴേക്കും കരിമ്പ് വിളവിൻ്റെ ഏതാണ്ട് 20% മില്ലുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവ കാരണം പാടങ്ങളിൽ കിടന്ന് ചീഞ്ഞുപോയി. ഇത് കർഷകർക്ക് കനത്ത നഷ്ടത്തിന് കാരണമായി. കർഷകർ പലതരം അടവുകൾ നോക്കിയെങ്കിലും ഒന്നുപോലും നടന്നില്ല. നിലത്ത് ഒളിച്ചിരുന്ന എലികളുടെ അടുത്തേക്ക് പൂച്ചകൾക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എലികൾ വളരെ വേഗത്തിൽ പെറ്റുകൂട്ടിയതുകൊണ്ട് അവർ വെച്ച ട്രാപ്പുകളും വിഷങ്ങളുമൊക്കെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. 1800കളുടെ അവസാനത്തോടെ എലിശല്യം പൂർണ്ണമായും അനിയന്ത്രിതമാവുകയായിരുന്നു. അക്കാലത്ത് പോർട്ട്ലാൻഡിലെ സ്പ്രിംഗ് ഗാർഡൻ എസ്റ്റേറ്റിൻ്റെ ഉടമയായ വില്യം ബാക്രോഫ്റ്റ് എസ്പ്യൂട്ട് എലികൾ കാരണം വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ എസ്പ്യൂട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൊല്യൂഷനിലേക്ക് തിരിഞ്ഞു. അതായിരുന്നു ചെറിയ ഇന്ത്യൻ കീരികളെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പൂച്ചകളെപ്പോലെയല്ല, കീരികൾക്ക് പകൽ സമയത്ത് വേട്ടയാടാനും മാളങ്ങൾ തുരന്ന് കയറാനും കഴിയുമായിരുന്നു. അങ്ങനെ 1872 ഫെബ്രുവരിയിൽ എസ്പ്യൂട്ട് 4 ആണും 5 പെണ്ണുമായി 9 കീരികളെ തൻ്റെ എസ്റ്റേറ്റിലേക്ക് തുറന്നുവിട്ടു. 6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടായിരുന്നു. കരിമ്പ് പാടങ്ങൾ നശിക്കുന്നത് കുറയുകയും എലിമാളങ്ങളെയും എലികളെയും കാണുന്നത് പെട്ടെന്ന് കുറയുകയും ചെയ്തു. മറ്റ് പ്രഡേറ്റേഴ്സ് പരാജയപ്പെട്ടിടത്ത് കീരികൾ വേട്ടയാടി വിളനാശം 70%-ലധികം കുറച്ചു. എസ്പ്യൂട്ട് ഈ റിസൾട്ട് കൃത്യമായി കുറിച്ചുവെച്ചു. അങ്ങനെ ഈ വിജയവാർത്ത ജമൈക്കയിലുടനീളം വേഗത്തിൽ പടർന്നു. തോട്ടം ഉടമകൾ കീരികളെ ആവശ്യപ്പെടുകയും കൂടുതൽ കീരികളെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ആ മൃഗങ്ങൾ അവിടുത്തെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായി ജീവിക്കുകയും വളരെ വേഗത്തിൽ ബ്രീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 1882ഓടെ അവ സാധാരണ വീടുകളും പാടങ്ങളും മുതൽ നിബിഡ വനങ്ങളും ഉയർന്ന മലനിരകളും വരെ എല്ലാ സ്ഥലങ്ങളിലും പടർന്നു പന്തലിച്ചു. ജമൈക്കൻ ഷുഗർ പ്രൊഡ്യൂസേഴ്സ് ഓരോ വർഷവും ഏകദേശം 1.5 ലക്ഷത്തോളം പൗണ്ട് ഇതിലൂടെ ലാഭിച്ചു. ഇത് ഇന്നത്തെ പണത്തിൻ്റെ മൂല്യം നോക്കിയാൽ ഏകദേശം $30 ദശലക്ഷം. എന്നാൽ ഈ കീരികൾ വെറുതെ എലികളെ മാത്രമല്ല വേട്ടയാടിയിരുന്നത്. അവ ജമൈക്കയുടെ ഇക്കോസിസ്റ്റത്തെ സൈലൻ്റായി തകർത്തുകൊണ്ട് മറ്റ് ജീവികളെയും തിന്നാൻ തുടങ്ങിയിരുന്നു. തികച്ചും പെർഫെക്റ്റ് എന്ന് തോന്നിയ ഒരു സൊല്യൂഷൻ അവരുടെ പല തലമുറകളെ വേട്ടയാടാൻ പോകുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമായി പതുക്കെ മാറുന്ന കാര്യം അവരാരും അറിയുന്നുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം തുടക്കമിട്ട ആളിൽ നിന്ന് തന്നെയായിരുന്നു ആ വലിയ മുന്നറിയിപ്പ് വന്നത്. ആദ്യത്തെ കീരികളെ തുറന്നുവിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം 1888 വില്യം എസ്പ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജമൈക്കയ്ക്ക് അയച്ച കത്തിൽ വളരെ സങ്കടകരമായ ഒരു സത്യം തുറന്നു പറഞ്ഞു. എലികളെ കൺട്രോൾ ചെയ്ത ഈ കീരികൾ ഇപ്പോൾ അവയെ അത്രത്തോളം വേട്ടയാടുന്നുണ്ടായിരുന്നില്ല. കീരികൾ വളരെ എളുപ്പമുള്ള ഇരകളെ തിന്നാൻ തുടങ്ങി. അവ എലികളെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്തു. വൈകാതെ തന്നെ അതിൻ്റെ ഇക്കോളജിക്കൽ ഡാമേജ് വളരെ വ്യക്തമായി. കാട്ടുപക്ഷികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വന്നു. ഈ കീരികൾ വൻതോതിൽ പടർന്നു പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ലോക്കൽ സ്പീഷീസുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. 1890കളിൽ ദ്വീപ് സന്ദർശിച്ച ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാത്രം തങ്ങൾ കണ്ടിരുന്ന വൈൽഡ് ലൈഫിൻ്റെ എണ്ണത്തിലുണ്ടായ വൻ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. നിലത്ത് കൂടുകൂട്ടുന്ന പക്ഷികൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. ഒരിക്കൽ നന്നായി ജീവിച്ചിരുന്ന ചെറിയ ലിസാർഡ്സ്, പാമ്പുകൾ, തവളകളൊക്കെ വംശനാശത്തിൻ്റെ വക്കിലെത്തുകയായിരുന്നു. ഇതിൻ്റെയെല്ലാം കൂടെ കരിമ്പ് സംരക്ഷിക്കാൻ കൊണ്ടുവന്ന കീരികൾ ഫാമിലെ കന്നുകാലികളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. ചെറിയ പന്നിക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, പൂച്ചക്കുട്ടികൾ, നായ്ക്കുട്ടികൾ, ഫാമിലെ കോഴികൾ എന്നിവയെല്ലാം അതിൻ്റെ പുതിയ ടാർഗറ്റുകളായി മാറി. കോഴിക്കൂടുകൾ വൻതോതിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ചിലപ്പോഴൊക്കെ മുഴുവൻ കോഴിക്കൂട്ടത്തെയും വളരെ വേഗത്തിൽ കർഷകർക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. 1893ഓടെ അവിടുത്തെ അഗ്രികൾച്ചറൽ ജേണലുകൾ മുഴുവൻ
മുഴുവൻ കർഷകരുടെ പരാതികൾ കൊണ്ട് നിറഞ്ഞു. ഇന്ത്യയിൽ കീരികൾ, കുറുക്കന്മാർ, പുള്ളിപ്പുലികൾ, കാട്ടുനായ്ക്കൾ തുടങ്ങിയ മറ്റ് പല പ്രഡേറ്റേഴ്സിൻ്റെയും കൂടെയാണ് ജീവിച്ചിരുന്നത്. അത് അവയുടെ കോളനികളെ കൺട്രോളിൽ നിർത്തിയിരുന്നു. എന്നാൽ ഇവിടെ മറ്റ് കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ കീരികൾ അവിടുത്തെ അപ്പെക്സ് പ്രഡേറ്റേഴ്സ് അഥവാ മെയിൻ വേട്ടക്കാരായി മാറി. മോഡേൺ സ്റ്റഡീസ് കാണിക്കുന്നത് അവയുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൻ്റെ 93% ചെറിയ പ്രാണികളും ലിസാർഡുകളും മാത്രമായിരുന്നു, എലികളായിരുന്നില്ല. ബാക്കി 7% മാത്രമാണ് പക്ഷികൾ, മുട്ടകൾ, ചെറിയ സസ്തനികൾ, പഴങ്ങൾ, പിന്നെ അപൂർവമായി എലികൾ എന്നിവയായിരുന്നത്. അങ്ങനെ ട്രിനിഡാഡ് ദ്വീപ് 1899 ഇവിടേക്ക് പുതിയ കീരികളെ കൊണ്ടുവരുന്നത് നിരോധിച്ചു. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ഈ മൃഗങ്ങൾ ഇതിനകം തന്നെ ഡസൻ കണക്കിന് ഐലൻഡുകളിലേക്ക് മാറുകയും എല്ലാ ഹാബിറ്റേറ്റുകളും കൈക്കലാക്കുകയും ചെയ്തിരുന്നു. പ്രാണികളെ തിന്നിരുന്ന പക്ഷികളും റെപ്റ്റൈൽസും ഇല്ലാതായതോടെ ജമൈക്കയിൽ ടിക്സ് അഥവാ ചെള്ളുകൾ, കാറ്റർപില്ലറുകൾ എന്നിവ നിയന്ത്രണമില്ലാതെ പെരുകി കൃഷി നശിപ്പിച്ചു. ഈ സമയത്ത് കീരികളുടെ എണ്ണം വല്ലാതെ കൂടുകയും അവ റാബിസ് അഥവാ പേവിഷബാധ പരത്തുന്ന പ്രധാന ഉറവിടമായി മാറുകയും ചെയ്തു. ക്യൂബ, പോർട്ടോറിക്കോ തുടങ്ങിയ കരീബിയൻ ഐലൻഡുകളിലേക്ക് ഈ വൈറസ് പടർന്നതോടെ വലിയ പ്രതിസന്ധിയായി മാറി. പോർട്ടോറിക്കോയിലെ 70 മുതൽ 80% പേവിഷബാധയും കീരികൾ വഴിയാണ് ഉണ്ടാകുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കരീബിയൻ ഗവൺമെൻറ്റുകൾ കീരികളെ നിയന്ത്രിക്കാൻ പല പ്ലാനുകളും കൊണ്ടുവന്നു. ജമൈക്ക 1905 കീരികളെ കൊല്ലുന്നവർക്ക് ക്യാഷ് റിവാർഡ് നൽകിയപ്പോൾ ക്യൂബ 1980-കളിൽ 1 ദശലക്ഷത്തിലധികം മുട്ടകളിൽ മാരകമായ വിഷം വെച്ചാണ് ക്യാമ്പയിൻ നടത്തിയത്. ഗ്രനേഡ 1970-കളിൽ 8,40,000-ഓളം വിഷഭക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടും വെറും 6 മാസത്തിനുള്ളിൽ കീരികളുടെ എണ്ണം പഴയപടിയായി മാറി. ഇവ വളരെ വേഗത്തിൽ ബ്രീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഒരു പ്രദേശത്തെ 88% കീരികളെ കൊന്നാൽ പോലും വെറും 7 ആഴ്ച കൊണ്ട് അവ പോപ്പുലേഷൻ പൂർണ്ണമായി റിക്കവറാകുന്നു. ഇന്ന് മോഡേൺ സയൻറ്റിസ്റ്റുകളെല്ലാം ഒറ്റക്കെട്ടായി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ജമൈക്ക പോലുള്ള വലിയ ഐലൻഡുകളിൽ നിന്ന് കീരികളെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നത് ഫിസിക്കലി ഇമ്പോസിബിളായ കാര്യമാണ്. ഇവയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നല്ലപോലെ ചിലവുള്ളതും കഠിനമായ ഹ്യൂമൻ ലേബർ ആവശ്യവുമുള്ള ഒന്നാണ്. ഒടുവിൽ എത്രയൊക്കെ ചെയ്താലും അത് ഫലമില്ലാത്തതായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റും ശാസ്ത്രജ്ഞരും തങ്ങളുടെ പ്ലാൻ മാറ്റുകയും ശ്രദ്ധ മുഴുവൻ അതീവ ദുർബലരായ ലോക്കൽ സ്പീഷീസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും ഈ കീരികൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയായ റാബിസ് അഥവാ പേവിഷബാധ സ്പ്രെഡ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നതിലുമാണ്. ഇതിനായി ക്രിട്ടിക്കൽ ഏരിയകളിൽ ബെയ്റ്റ്സ് വഴി റാബിസ് വാക്സിനുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓറൽ വാക്സിനേഷൻ പ്രോഗ്രാമുകൾ ഇപ്പോൾ നല്ല പ്രോമിസിംഗ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. പോർട്ടോറിക്കോയിൽ നടത്തിയ ആദ്യത്തെ ട്രയലുകൾ റാബിസ് കേസുകളിൽ വലിയ കുറവ് കാണിച്ചെങ്കിലും ഈ അപ്രോച്ച് നല്ലപോലെ എക്സ്പെൻസീവ് ആണ്. കൂടാതെ പുതിയ കീരികൾ അവിടെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ ഇത് നിർത്താതെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവയെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന കണക്ക് വളരെ ഭയപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. വെറും 0.4 ചതുരശ്ര മൈൽ സ്ഥലത്ത് നിന്ന് എല്ലാ കീരികളെയും മാറ്റാൻ 5 ആളുകൾക്ക് 6 ദിവസങ്ങൾ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ ജമൈക്ക എന്ന വലിയ ഐലൻഡ് ഏതാണ്ട് 4300 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതാണ് എന്നോർക്കണം. ഗ്ലോബലി നോക്കിയാൽ ലോകത്താകെ വെറും 6 ചെറിയ ഐലൻഡുകൾക്ക് മാത്രമാണ് തങ്ങളുടെ കീരികളെ ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം കൃത്യം 33 വ്യത്യസ്ത കരീബിയൻ ഐലൻഡുകളിൽ ഇതിനായുള്ള ശ്രമങ്ങൾ കംപ്ലീറ്റായി പരാജയപ്പെട്ടിട്ടേയുള്ളൂ. അതുകൊണ്ട് ജമൈക്കയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജമൈക്കൻ ഇഗ്വാന പോലുള്ള തദ്ദേശീയ ജീവികളെ രക്ഷിക്കാൻ കീരികളുടെ എണ്ണം പരമാവധി കുറഞ്ഞ ഹെൽഷിയർ ഹിൽസ് പോലുള്ള പ്രൊട്ടക്റ്റഡ് സോണുകൾ നിർമ്മിച്ച് അതിനുള്ളിൽ അവയെ സംരക്ഷിക്കുകയാണ് കൺസർവേഷനിസ്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നത്. 2015 ഒക്ടോബറിൽ കരീബിയൻ ദ്വീപായ പോർട്ടോറിക്കോയിലാണ് വടക്കേ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ കീരിയുടെ നേരിട്ടുള്ള കടിയേറ്റ് മനുഷ്യൻ പേവിഷബാധ മൂലം മരണപ്പെട്ട ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം പറമ്പിലെ കോഴിക്കൂട് പരിശോധിക്കാൻ പോയ 54 വയസ്സുകാരനായ ഒരു വ്യക്തിയെയാണ് അവിടെയുള്ള ഒരു ചെറിയ ഇനം കീരി കടിച്ചത്. എന്നാൽ ഈ കടിയെ വളരെ നിസ്സാരമായി കണ്ട അദ്ദേഹം പേവിഷബാധ തടയാൻ അത്യാവശ്യമായി എടുക്കേണ്ട പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് അഥവാ റാബിസ് വാക്സിൻ എടുക്കാൻ കൂട്ടാക്കിയില്ല. കടിയേറ്റ് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം നവംബർ അവസാനത്തോടെ ഇദ്ദേഹത്തിന് കടുത്ത പനി, ശ്വാസം മുട്ടൽ, തരിപ്പ്, വെള്ളമിറക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ഡിസംബർ 1 ആശുപത്രിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുകയുമാണുണ്ടായത്. മരണശേഷം US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കരീബിയൻ മംഗൂസ് റാബിസ് വൈറസ് ബാധിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ കരിമ്പുപാടങ്ങളിലെ എലികളെ നശിപ്പിക്കാൻ ഇന്ത്യയിൽ നിന്ന് പോർട്ടോറിക്കോയിലേക്ക് എത്തിച്ച
കീരികൾ പിൽക്കാലത്ത് അവിടെ അതിവേഗം പെരുകുകയും ദ്വീപിലെ പേവിഷബാധയുടെ പ്രധാന ഉറവിടമായി മാറുകയും ചെയ്തിരിക്കുന്നു. പോർട്ടോറിക്കോയിൽ മൃഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പേവിഷബാധയിൽ 70%-ലധികവും കീരികളിലാണ് കണ്ടുവരുന്നത്. കടിയേറ്റ ഉടൻ തന്നെ മുറിവ് വൃത്തിയാക്കി കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പൂർണ്ണമായും രക്ഷിക്കാമായിരുന്ന ഒരു ജീവനാണ് കേവലം ഒരു അശ്രദ്ധ മൂലം അന്ന് നഷ്ടമായത്. ഏതായാലും കീരികളുടെ ഈ പടർന്നു പന്തലിക്കലിനെ കുറിച്ചും അവരുടെ നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.